നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് കനക നയനെ വിളിച്ച് നന്ദു വീട്ടിലെത്തിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയണം. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും നയന ആദർശിന്റെ അടുത്തേക്കുന്നു. എന്നിട്ട് പറഞ്ഞു, നന്ദു ഇതുവരെയായിട്ടും വീട്ടിലെത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, അനിയും ചെന്നിട്ടില്ല, അവര് രണ്ടുപേരും ഇനി ഒരുമിച്ചാണോന്ന് അറിയത്തില്ലല്ലോ. നന്ദുവിനെ വിളിച്ചിട്ട് കോളും എടുക്കുന്നില്ല. അതുപോലെ തന്നെ അനിയെ ഞാനും വിളിച്ചു നോക്കി, അവരും കോൾ എടുക്കുന്നില്ല. പിന്നെ ഇനിയിപ്പോ ഒരുമിച്ചാണോ പോയിരിക്കുന്നത്, അതിനെ കുറിച്ചൊന്നും അറിയത്തില്ലോ എന്ന് പറഞ്ഞു. അതാ ആദർശേട്ടാ എനിക്കൊരു ഭയം. അല്ല ഇനിയിപ്പം നവീന്റെ ആലോചന വന്നപ്പം അവൾക്ക് ചിലപ്പം വീട്ടിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കുമോ, അതുകൊണ്ടാണോ അവള് വീട്ടിലേക്ക് വരാതിരിക്കുന്നത്. ആദർശ് പറഞ്ഞു, അതും സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ല അവളാണെങ്കിൽ അനാവശ്യമായിട്ട് ലീവ് പോലും എടുക്കാത്ത ആളാ. നവീനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നവീൻ പറഞ്ഞു, നവീൻ പിന്നീട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോ അവളെ കണ്ടില്ലാന്ന്. അതാ എനിക്ക് സംശയം ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്ന് ആദർശ് പറയാണ്. ഇനിയിപ്പൊ എന്ത് ചെയ്യും ആദർശേട്ടാ, എവിടെ പോയി അന്വേഷിക്കുമെന്ന് ചോദിച്ചു. വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയൊക്കെ നല്ല ടെൻഷനാ. അച്ഛനാണെങ്കിൽ അസുഖമൊക്കെ ഉള്ളതല്ലേ, നീ വിഷമിക്കാതിരിക്കുക, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. ഞാനൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം. ഞാനിവിടെ വരാം ആദർശേട്ടാ. എടാ നീ ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയില എങ്ങനെയാ നീയും കൂടെ വന്നാൽ ശരിയാവുന്നേ? അത് സാരമില്ല, ഇവിടെ ഇരുന്നാലായി എനിക്ക് ടെൻഷൻ കൂടുന്നേ. ഞാനും കൂടെ കൂടെ വരുവാണെങ്കിൽ എനിക്ക് അത്രയ്ക്ക് പ്രശ്നമില്ല. എങ്കിൽ ശരി, നമുക്ക് പോവാം. പിന്നെ ആരെങ്കിലും നമ്മൾ പുറത്തേക്ക് പോകുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പുറത്തേക്ക് പോകാമെന്ന് മാത്രം പറഞ്ഞാൽ മതി, അല്ലാതെ കൂടുതൽ വിസ്തരിച്ച് പറയാനൊന്നും നിൽക്കണ്ട, അറിയാലോ. ഇല്ല ആദർശേട്ടാ, ഞാൻ ആരോടും ഒന്നും പറയില്ല എന്ന് പറഞ്ഞു. ഇതേ സമയത്ത് കനക ഗോവിന്ദന്റെ അടുത്തേക്ക് വരുവാണ്. അപ്പോഴേക്കും ഗോവിന്ദൻ പറഞ്ഞു, കനക ഇനിയിപ്പോ എന്ത് ചെയ്യും? അങ്ങനെയൊന്നും നമ്മൾ പറയേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു. അത്രയും കടുപ്പിച്ച്. അതെനിക്കിപ്പോ തോന്നുന്നുണ്ട്. മൂർത്തി സാറ് പറഞ്ഞത് നന്ദുവിനെ വഴക്ക് പറയേണ്ടിയിരുന്നില്ലെന്നാ. അതെ ഗോവിന്ദേട്ടാ, ഇനിയിപ്പം എനിക്ക് നല്ല ഭയമുണ്ട്. അത് മാത്രമല്ല അനി വീട്ടിലില്ലാന്ന് ഗോവിന്ദൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇനി അനിയും നന്ദു ഒരുമിച്ചായിരിക്കോ പോയിട്ടുണ്ടായിരിക്കാം. നവീന്റെ കാര്യം അറിഞ്ഞപ്പം അവൾക്ക് സങ്കടമായി കാണും. ചിലപ്പോ അവൾക്ക് ആ ബന്ധത്തിന് താല്പര്യം ഇല്ലെങ്കിലോ, അതാ എന്റെ ഒരു പേടി. അതുകൊണ്ട് ഇനിയിപ്പോ അവൾ എങ്ങോട്ടേലും പോയതാണോ? ഇത് കേട്ടതും കനക പറഞ്ഞു, ഞാന് നവീമോനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ ഈ കാര്യം പറഞ്ഞതിന് ശേഷം പിന്നീട് വീണ്ടും ചെന്നപ്പം നന്ദു പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നില്ലെന്നാ പറഞ്ഞേ. അവൾ എങ്ങോട്ട് പോയി? ഉച്ച കഴിഞ്ഞപ്പോ തൊട്ട് സ്റ്റേഷനിൽ ഇല്ലാന്ന്. ഇനിയിപ്പം അനിയും വീട്ടിലെത്തിയിട്ടില്ല, രണ്ടുപേരും കൂടെ ഒരുമിച്ചാണോ പോയിരിക്കണേന്ന് അറിയത്തില്ല. അത് അപകടമാണല്ലോ എന്നൊക്കെ പറയാ. കന പറഞ്ഞു, ഇനിയിപ്പൊ എന്ത് ചെയ്യണമെന്ന് പോലും എനിക്ക് അറിയത്തില്ല. എന്റെ ദൈവമേ, അവന്തികയുടെ അനിയുടെയും വിവാഹം മുടങ്ങിയപ്പം മുതൽ നല്ല ടെൻഷനിലായിരുന്നു. ഇനിയിപ്പം അനിയും നന്ദും കൂടെ ഒരുമിച്ച് എങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പേരിൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് പോലും അറിയത്തില്ല. ഗോവിന്ദട്ട് എനിക്കൊരു സമാധാനമില്ല. ഞാൻ നയനമോളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അവർ രണ്ടുപേരും കൂടെ ഉടനെ പോയി അന്വേഷിക്കാന്നൊക്കെ പറഞ്ഞു. എന്നാലും എനിക്കൊരു ഭയമാന്ന് പറഞ്ഞു. ഗോവിന്ദൻ പറഞ്ഞു, നീ വിഷമിക്കാതിരിക്കുക. രണ്ടുപേരെ മാറി മാറി വിളിച്ചു നോക്കിയിട്ട് എടുത്തിട്ടില്ലെന്നല്ലേ നയനെ പറഞ്ഞത്. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും ഇങ്ങോട്ടേക്ക് തിരികെ വിളിക്കുമായിരിക്കും. എന്നാലും ഗോവിന്ദേട്ടാ, നന്ദുവിന്റെ സ്വഭാവം അറിയാലോ, അതാ എനിക്കൊരു പേടിയെന്ന് പറഞ്ഞു. രണ്ടുപേർക്കും നല്ല ഭയമായി. കുറച്ച് കഴിഞ്ഞപ്പോ ആദർശം നയനെയും കൂടെ നന്ദു അനിയെ അന്വേഷിച്ച് ഇറങ്ങുവാണ്. ഇറങ്ങുന്ന സമയത്താണ് വഴിയില് പോലീസുകാർ ചെക്കിങ് നടത്തുന്നുണ്ട്. അപ്പോഴേക്കും ആദർശം പറഞ്ഞു, ഒരു മിനിറ്റ് ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ ASI സക്കരയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ചോദിച്ചു, അല്ല നന്ദു സ്റ്റേഷനിലുണ്ടോന്ന് ചോദിച്ചു. നന്ദുമാടം ഇല്ലല്ലോ, ഉച്ചയായപ്പോ പോയതാണല്ലോ, ഹാഫ് ഡേ ലീവ് എടുത്ത് പോയതാ. എന്താ സാറേ? അല്ല നന്ദു വീട്ടിലെത്തിയിട്ടില്ല. അല്ല സാറിന്റെ അനുജൻ വീട്ടിലുണ്ടോന്ന് ചോദിച്ചു. ഇല്ല, അതെന്താ? എങ്കിൽ പിന്നെ നോക്കണ്ട സാറേ, രണ്ടുപേരും കൂടെ ഒരുമിച്ചായിരിക്കും പോയിട്ടുണ്ടായിരിക്കാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ആദർശ് ദേഷ്യത്തോടെ പറഞ്ഞു, അതെ എന്റെ അനുജന്റെ കൂടെ ആരും ഇല്ലാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. കണ്ടില്ലേ, സാറിന്റെ അനുജനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോ അയാൾക്ക് അങ്ങോട്ട് സഹിച്ചില്ല. എനിക്ക് തോന്നുന്നു നന്ദുമാടോ അതുപോലെ തന്നെ ആ പയ്യനും കൂടെ ഒരുമിച്ചുണ്ടായിരിക്കുന്ന രണ്ടുപേരും കൂടെ ഒരുമിച്ച് എവിടെയെങ്കിലും പോയി കാണുമായിരിക്കുന്നേ. ഈ സമയം ആദർശ് നയനോട് എന്നിട്ട് പറഞ്ഞു, അതെ നന്ദു ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് പോയെന്നാ പറഞ്ഞേ. ഇനിയിപ്പോ എന്ത് ചെയ്യും ആദർശേട്ടാ? അതാ എനിക്ക് അറിയില്ലാത്തേ. അല്ല നവീന്റെ ആലോചന വന്നതിന് ശേഷമല്ല നന്ദു പോയിരിക്കുന്നേ. ഒരു പക്ഷെ നന്ദുവിന് താല്പര്യം ഇല്ലാത്തോണ്ടാണോ? നയന പറഞ്ഞു, അത് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും അവൾ ഫോൺ എടുക്കണ്ടേ? ആദർശ് പറഞ്ഞു, ഫോൺ എടുക്കാത്ത ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഫോൺ എടുത്ത് സംസാരിച്ചാൽ എന്താണെങ്കിലും ഫോൺ എടുക്കാതെ വളരെ മോശം തന്നെയാ. നയന പറഞ്ഞു, എനിക്ക് പേടി, ഇനിയിപ്പം നന്ദുവിന് ശത്രുക്കൾ കുറെ ആൾക്കാരുണ്ട്, ഗുണ്ടകളൊക്കെ ഉണ്ട്. ഇനി എങ്ങാനും അവര് കഴിഞ്ഞ തവണ അവളെ ആക്രമിച്ച പോലെ അവളെ ആക്രമിക്കാൻ വരുമോ? ആദർശനല്ലേ പോയി രക്ഷപ്പെടുത്തിയത്. അതൊക്കെ ഓർക്കുമ്പോ എനിക്കൊരു ഭയമുണ്ട്. അങ്ങനെ എന്തേലും ആണെങ്കിലോ? ആദർശ് പറഞ്ഞു, അതെ എനിക്കൊരു ഭയമുള്ള കാര്യം തന്നെയാ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പൊ അനിയും നന്ദു ഒരുമിച്ചാണോ എന്നും അറിയത്തില്ല. അവനെയും വിളിച്ചിട്ട് അവന് ഫോൺ എടുക്കുന്നില്ലോ. ഒരു കാര്യം ചെയ്യാം,
നമുക്കൊന്നുകൂടെ ഒന്ന് പോയി നോക്കാന്ന് പറഞ്ഞു. നയന പറഞ്ഞു ശരിയാ പോകാന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും അവര് അനിയും നന്ദും പോകാനായിട്ട് സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ച് പോവുകയാണ്. ഇതേ സമയത്ത് നന്ദുവിനോട് അനി പറഞ്ഞു നിനക്ക് വീട്ടിലേക്ക് പോകാൻ താല്പര്യം ഇല്ലല്ലേ ഇന്ന്. എടാ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. എങ്കിൽ പിന്നെ നീ പേടിക്കണ്ടെന്ന് പറഞ്ഞു. എന്താ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പൊന്മുടിക്ക് പോകാന്ന് പറഞ്ഞു. പൊന്മുടിക്കോ? എടാ അതെ, ഇവിടുന്ന് 2-2.5 മണിക്കൂർ യാത്രയുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അവിടേക്ക് പോവാം. ഇന്നൊരു ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ വരാന്ന് പറഞ്ഞു. ഏയ് എടാ അതൊന്നും ശരിയാകത്തില്ല. എന്നെ കാണാതിരുന്നിട്ടുണ്ട് പ്രശ്നവും. ഞാൻ ചെല്ലാതിരുന്നിട്ടുണ്ട് വീട്ടിൽ അന്വേഷിക്കില്ലേ. ഒന്നാമത്തെ കാര്യം അച്ഛനും അസുഖമൊക്കെ ഉള്ളല്ലേ. നീ ഒരു കാര്യം ചെയ്യ, നിന്റെ നായനടുത്തേ വിളിച്ചു പറ ഇന്നൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ കഴിയുക, ഇന്ന് വീട്ടിലേക്ക് പോകത്തില്ല എന്നുള്ള കാര്യം. എടാ അത് പിന്നെ നീ വിളിച്ചു പറയാൻ പറഞ്ഞു. അങ്ങനെ ഒടുവില് നയനയെ വിളിക്കുകയാണ് നന്ദു. നയനെ ആദർശം കൂടെ നന്ദുവിനെ അന്വേഷിച്ച് പോകുന്ന സമയത്താണ് കോൾ വരുന്നത്. ആദർശേട്ടാ നന്ദുവാ, നീ കോൾ എടുക്ക് എന്നിട്ട് സ്പീക്കറിൽ ഇടാൻ പറഞ്ഞു. അങ്ങനെ നയന് കോൾ എടുത്ത് സ്പീക്കറിൽ ഇടുവാണ്. അപ്പോഴേക്കും നയന് ചോദിച്ചു മോളെ നീ ഇത് എവിടെയാ? നന്ദു പറഞ്ഞു ചേച്ചി ഞാൻ ഇന്ന് വീട്ടിലേക്ക് പോകത്തില്ല എന്ന് പറഞ്ഞു. മോളെ നീ എന്ത് വർത്താനാ പറയണേ? അച്ഛനും അമ്മയും അമ്മ ചിലപ്പോൾ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരെന്തെങ്കിലും വഴക്കൊക്കെ പറഞ്ഞെന്നിരിക്കും. അതിന്റെ പേരിൽ നീ പിണങ്ങിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ വീട്ടിലേക്ക് പോകണം. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ തങ്ങുക എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കോള് കട്ട് ചെയ്തു. നയനയ്ക്ക് ബാക്കി പറയാനൊരു അവസരം കൊടുത്തില്ല. ശേ ആദർശമായിട്ട് അവൾ കോള് കട്ട് ചെയ്തു. എനിക്കൊന്നും പറയാനുള്ളൊരു അവസരം പോലും തന്നില്ല. അവളുടെ ദേഷ്യം മാറി കാണത്തില്ല, അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഈ സമയത്ത് നന്ദു അനിയോട് പറഞ്ഞു എടാ നമ്മൾ എന്നാലും അത്രയ്ക്ക് ദൂരേക്ക് പോകേണ്ട കാര്യമുണ്ടോ? എടി നിനക്ക് എൻ്റെ കൂടെ വരാൻ പേടിയുണ്ടോ? പേടിയൊന്നുമില്ല. പിന്നെന്താ? ഒന്നുമല്ല, നീ ഒരു പോലീസ് ഓഫീസർ അല്ലേന്ന് ചോദിച്ചു. അതൊക്കെ അതെ, പക്ഷേ എങ്കിൽ എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അതെ പേടി വിചാരിച്ചുകൊണ്ടിട്ട് കാര്യമൊന്നുമില്ല. എടാ നമ്മൾ അവിടെ പോയിട്ട് എവിടെ തങ്ങും? എടി ഇവിടെ നിന്ന് ചെല്ലുമ്പോൾ ഒരു 10-12 മണി ആകുമായിരിക്കും. ഒരു കാര്യം ചെയ്യാം, അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കാം. ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഞാനും ഫ്രണ്ട്സും പോകുമ്പോൾ തങ്ങുന്ന. ഇനിയിപ്പോൾ അത് കിട്ടുമോ നോക്കാം. ഫ്രീ അല്ലെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാം. അതിനുള്ള മാർഗമൊക്കെ ഞാൻ കണ്ടെത്തിക്കൊള്ളാം. പോകുന്ന വഴിക്കാൻ വിളിക്കാമെന്ന് പറഞ്ഞു. എടാ മഴയൊക്കെ ആണെങ്കിൽ കുറേ ദൂരം ഉണ്ടെങ്കിൽ എടി നോക്കാം. മഴയൊക്കെ ആണെങ്കിലും പതുക്കെ പോയാൽ മതി. എന്താ വേണ്ടതെന്ന് നമുക്ക് നോക്കാം. നീ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എത്ര ലോങ് വെള്ളം പോകുന്നതിന് ഒരു മടിയില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദുവിനൊരു സമാധാനം. എങ്കിൽ ബാ കയറാൻ പറഞ്ഞു. അങ്ങനെ നന്ദുവും അനിയും കൂടെ പൊന്മുടിക്ക് യാത്ര തിരിക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ കനക ഗോവിന്ദൻ്റെ അടുത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു അതെ നയനമോളെ നന്ദു വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടോ അവള് ഇന്നൊരു ഫ്രണ്ടിന്റെ കൂടെ കഴിയുവന്ന്, ഇന്ന് വരത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ കനക നമ്മളെ വിളിച്ചു പറയാത്തെ? നമ്മൾ എത്രയും വിളിച്ചിട്ട് അവൾ കോൾ എടുക്കാത്ത എന്താ? അതെ അവൾക്ക് നമ്മളോടുള്ള ദേഷ്യം മാറി കാണത്തില്ല എന്ന് പറഞ്ഞു. എന്നാലും അവൾ കോൾ എടുത്തൊന്നും സംസാരിക്കേണ്ടല്ലായിരുന്നോ? അത് പിന്നെ നവീമോന്റെ ആലോചന എന്ന് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ല, അതായിരിക്കും. കോയെന്നും പറഞ്ഞു. എന്നാലും ഇത് കുറച്ച് കഷ്ടമുണ്ട്. ഇനിയിപ്പം എന്ത് ചെയ്യാനാന്ന് പറ. അവളിപ്പം ഫ്രണ്ടിന്റെ വീട്ടിലൊക്കെ തങ്ങുമല്ലേ, നമ്മളോട് ദേഷിക്കും വാശിക്കുമല്ലോ അങ്ങനെയൊക്കെ ചെയ്യുന്നേ. ഗോവിന്ദേട്ടാ സാരമില്ല പോട്ടെ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. ആ ജോഡിസിൽ പറഞ്ഞ കാര്യം എൻ്റെ മനസ്സിൽ, നന്ദുവിന്റെ മനസ്സിലുള്ള ചെറുപ്പക്കാരനെ കല്യാണം കഴിക്കുവോളെന്ന്. അതൊക്കെ ഓർക്കും ഭയങ്കര വിഷമമുണ്ട്. നാളെ മുതൽ എന്താണെങ്കിലും ക്ഷേത്രങ്ങളിലേക്ക് പോകണം. പറ്റുന്ന പൂജകളും വഴിപാടുകളും എല്ലാം നടത്തണം. എന്നിട്ടേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ പ്രശ്നമാകും. അത് മാത്രമല്ല നവീനും നന്ദുവും നമ്മളുടെ വിവാഹം നടക്കാനായിട്ട് പ്രാർത്ഥിക്കണം. എത്രയും പെട്ടെന്ന് അത് നടന്നാൽ മതിയായിരുന്നു. അങ്ങനെ നടക്കുവാണെങ്കിൽ ഒരു സമാധാനം കിട്ടത്തുള്ളൂ. ഗോവിന്ദൻ പറഞ്ഞു. എന്തായാലും ഇപ്പൊ സമാധാനമായില്ലേ, നന്ദു സേഫ് ആണല്ലോ. അതറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ ഇത്ര സമയം എന്തൊരു ടെൻഷനായിരുന്നു. ഈ സമയത്ത് നന്ദു അനിയും കൂടെ ഒടുവില് പൊന്മുടിയിൽ എത്തുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു അവിടെ. അവിടുത്തെ സെക്യൂരിറ്റിക്കാരൻ അങ്ങോട്ട് വന്നു. എന്താ സാറേ ഇത്ര ലേറ്റ് ആയത്? വരുന്ന വഴിക്കും മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലോ. അതിന് പറഞ്ഞേ മഴയൊന്നും ഉണ്ടായിരുന്നില്ല, ചെറുതായിട്ടൊന്ന് ചാറിയതുള്ളൂ. എന്നാലും ഇത്ര ലേറ്റ് ആയിട്ട് ഇനി എപ്പോഴാ കിടന്നുറങ്ങാനൊക്കെ പോണേന്നൊക്കെ ചോദിച്ചു. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അയാൾ നന്ദുവിനെ നോക്കി. അല്ല സാറിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ പെൺകുട്ടികൾ ആരും ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് ഒരു പെൺകൊച്ചിനെയും കൊണ്ട് വരുന്നേ. അത് കേട്ടപ്പോഴത്തേനും അനി പറഞ്ഞു അതെ ഇത് പെൺകൊച്ചൊന്നുമല്ല, ഇതെന്റെ ഫുഡ്ബിയാന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ. പിന്നെ താൻ വലിയ വലിയ കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട, റൂമെല്ലാം റെഡിയാണല്ലോ അല്ലേന്ന് ചോദിച്ചു. അതെ മണിയറയ്ക്ക് എല്ലാം ഓക്കെയാന്ന് പറഞ്ഞു. മണിയറയോ? എടോ ഞങ്ങൾക്ക് 2 റൂമാ വേണ്ടേ, ഞങ്ങൾ 2 റൂമിലാ കിടക്കാൻ പോണേന്ന് പറഞ്ഞു. അത് സാറേ ഇവിടെ ഇഷ്ടം ഒരു 3-4 റൂമുണ്ട്, ഇഷ്ടമുള്ള മുറി കിടക്കാം, അതൊക്കെ സാറിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞു. എങ്കിൽ ശരി മുറി കാണിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ മുറി കാണിക്കാൻ അങ്ങോട്ട് പോകുമ്പോഴത്തേനും അയാൾ പെറുപെറുക്കുവാണ്. പിന്നെ വുഡ്ബിയാണ് പോലും, കണ്ടാലറിയാം ഇവളെ ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന വേറെ ഏതെങ്കിലും ഒരു കഥഭാഗ്യനായിരിക്കും, അല്ലാതെ എന്ത് എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു അയാളുടെ മനസ്സിലുണ്ടായിരുന്നേ. അങ്ങനെ നന്ദുവനിയും കൂടെ
മുറിയിലേക്ക് ചെല്ലുവാണ്. അപ്പോഴേക്കും നന്ദുവിനോട് അനി പറഞ്ഞത് ഇത് നിനക്കുള്ള മുറിയാന്ന് പറഞ്ഞു. പിന്നീട് മാറാനുള്ള ഡ്രസ്സൊക്കെ കൊടുക്കണം. നിനക്ക് വേണ്ടി വാങ്ങിയതാ. നീ കുറെ ആയല്ലോ എനിക്ക് വാങ്ങുന്നേ. എടാ ഇത് പാകമാണോന്നൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, അത് കുഴപ്പമില്ല. നീ എനിക്ക് വാങ്ങി തന്നിട്ടുള്ളതല്ലേ ഇതിനു മുമ്പ്, അതുകൊണ്ട് ഇതും പാകമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനു പറഞ്ഞു, ഇപ്പൊ കിടന്ന് ഉറങ്ങണ്ട കേട്ടോ, ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങിയാൽ മതി. അതെന്താ? അല്ല ഇവിടെ പൊതുവെ തണുപ്പുള്ള സ്ഥലമല്ലേ, നമ്മളാണ് സെറ്ററും കാര്യങ്ങളും ഒന്നും കരുതിയിട്ടുമില്ല. അതുകൊണ്ട് കുറച്ചു നേരം തീയൊക്കെ പോയി കാഞ്ഞ് അതിനുശേഷം വന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു, എത്ര ലേറ്റ് ആയിട്ട് കിടന്നാലും രാവിലെ തന്നെ എഴുന്നേക്കണം, രാവിലെ എഴുന്നേറ്റ് പോകണം കേട്ടോ എന്ന് പറഞ്ഞു. പോകാം. പിന്നെ ആ സെക്യൂരിറ്റിക്കാരൻ പ്രശ്നമൊന്നും ഇല്ലോ അല്ലേ? അയാള് കുഴപ്പമൊന്നും ഉണ്ടാക്കത്തില്ല. ഇതിപ്പോ ഒരു ഗസ്റ്റ് ഹൗസ് ആയതുകൊണ്ട് റെന്റ് കുറച്ച് കൂടുതല, എന്നാലും സാരമൊന്നും ഇല്ല, ഇവിടെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. നന്ദുവിന് നല്ല ഭയം ഉണ്ടായിരുന്നു, എന്താവും എങ്ങനെയായിരിക്കും എന്നൊക്കെ ഓർത്തിട്ട്. അപ്പോഴേക്കും അനി പറഞ്ഞു, നീ എന്തിനാ പേടിക്കണേ, ഞാനല്ലേ ഉള്ളത്, നീ ഒരു കാര്യം ചെയ്യുക, ഫ്രഷ് ആയിട്ട് വാ എന്നും പറഞ്ഞിട്ട് ഡ്രസ്സ് കൊടുത്തിട്ട് അനി അങ്ങോട്ട് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇതേ സമയത്ത് ആദർശ് നയനയും കൂടെ വീട്ടിലേക്ക് വരുമ്പോ ഹാളിൽ തന്നെ ദേവേനി ഇരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ദേവേനി അല്ല നിങ്ങൾ രണ്ടാളും കൂടി ഇത് എവിടെ പോയതാ? അപ്പോഴാണ് നയന് പറയണേ, അതെ നന്ദു ആണെങ്കിൽ വീട്ടിൽ വഴക്കിട്ട് ഇറങ്ങിപ്പോയി, അപ്പം നന്ദുവിനെ ഒന്ന് അന്വേഷിക്കാൻ പോയതാ. എന്നിട്ടോ നന്ദു വിളിച്ചിട്ട് പറഞ്ഞൊരു ഫ്രണ്ടിന്റെ വീട്ടിലുണ്ടെന്ന്, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് തിരികെ പോന്നു പറഞ്ഞു. അവൾ ആകെപ്പാടെ വിഷമത്തില, അതുകൊണ്ടായിരിക്കും വീട് വിട്ടു പോയിരിക്കുന്നത്. പോരാത്തന്നെ അവന്തിക്ക് അനിയും തമ്മിലുള്ള വിവാഹം നടക്കാത്തതിന്റെ പേരിൽ അവളെ കുറ്റപ്പെടുത്തി കാണൂലേ? അതെ അമ്മേ, വേണ്ടിയിരുന്നില്ല, വെറുതെ എന്തിനാ. എന്തൊക്കെയാന്ന് പറഞ്ഞാലും എനിക്ക് നന്ദു അനിയും കൂടെ ഒന്നായെന്നായിരുന്നു ഇഷ്ടം. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? അതെ എൻ്റെ മനസ്സിൽ എന്തോ അങ്ങനെയാ. ഒരുപക്ഷെ അവർ രണ്ടുപേരും നല്ല ജോഡികളായിരുന്നു അമ്മേ, അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമില്ല. അവർ രണ്ടുപേരും ഒന്നിക്കാനായിട്ട് എൻ്റെ വീട്ടുകാരും അതുപോലെ തന്നെ ഇളയമ്മ സമ്മതിക്കില്ലല്ലോ, പിന്നെ എന്തിനാ നമ്മള്. അതൊക്കെ ശരി തന്നെയാ, പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവന് ഇഷ്ടമില്ലാത്തൊരു ബന്ധമാണ് നടക്കാൻ പോകുന്നെങ്കിൽ അവനത് സഹിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അവന്റെ ജീവിതം വീണ്ടും പോകത്തുള്ളൂ. അതൊക്കെ ഓർക്കുമ്പോഴാ എനിക്കൊരു സങ്കടം എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദേവേനി പറഞ്ഞു, എന്നാലും മോളെ, അതെ എന്താണെങ്കിലും ഞങ്ങൾക്ക് തോന്നുന്ന അനി ഇങ്ങോട്ട് എത്തിയിട്ടുമില്ലോ, അവന് അവർ രണ്ടുപേരും ഒരുമിച്ചാണോ പോയിരിക്കണമെന്നും അറിയത്തില്ല. ദേവേനി പറഞ്ഞു, എനിക്ക് നല്ല വിഷമമുണ്ട് അനിയുടെ കാര്യം ഓർക്കുമ്പോൾ. നയന പറഞ്ഞു, തൽക്കാലത്തേക്ക് ഈ കാര്യത്തെക്കുറിച്ചൊന്നും ഇവിടെ ആരോടും പറയണ്ട കേട്ടോ എന്നും പറഞ്ഞിട്ട് നയനെ ആദർശം കൂടെ മുറിയിലേക്ക് കയറി പോവാണ്. ദേവേന ഇങ്ങനെ ആലോചിക്കുക, അവർ രണ്ടുപേരും കൂടെ ഒന്നായാൽ മതിയായിരുന്നു എന്നൊരു ചിന്തയായിരുന്നു ദേവയാനിയുടെ മനസ്സിൽ നിറയും.